മാവിലുണ്ടാകുന്ന തളിരില വെട്ടുന്നത് നിലാ വെട്ടുക എന്ന് പറയും പണ്ട് കാലത്ത്. അതൊരു ശരിക്കും പ്രാണി തന്നെയാണ് വെട്ടുന്നത്. ഒരു മഞ്ഞ കളറിലുള്ളൊരു വണ്ടാണ്. ഇതെന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ ഇലയിൽ വന്ന് മുട്ടയിടുന്നതാണ് ആ പ്രോസസ്സ്. അത് ഇലയിൽ മുട്ടയിട്ട ശേഷം അതിനെ രാത്രി കാലങ്ങളിലാണ് ഇത് വരുന്നത്. മുട്ടയിട്ട ശേഷം ഇതിനെ കട്ട് ചെയ്ത് തറയിലോട്ട് വിടുന്നു. ഇത് താഴെ വീണ് കഴിഞ്ഞിട്ട് മുട്ട വിരിയുന്ന സമയത്ത് സേഫായിട്ട് വീണ് വിരിയാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയുണ്ട്. നമ്മൾ അഴിച്ചു കൂട്ടിയിടും, അതിനകത്ത് നിന്ന് ലാർവകൾ പുറത്തിറങ്ങും, അത് മണ്ണിൽ ഡോർമെൻ്റ് ആവും, പിന്നെ അത് വളർന്ന് വീണ്ടും പ്രാണികളായി തിരിച്ചു വരും. മാമ്പഴത്തിനും ഇതുപോലെ തന്നെയാണ്. കായ് ചവിട്ടുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം ഇത് തന്നെയാണ്. ആ മാങ്ങ അടിച്ചു വാരി കത്തിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ മാവിലെയും നമ്മൾ അടിച്ചു വാരി കത്തിക്കുക എന്നുള്ളതാണ് അതിൽ ചെയ്യേണ്ട ഏറ്റവും വലിയ പ്രധാന കീടനിയന്ത്രണ മാർഗം എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇൻസെക്ടിസൈഡ് കൊടുക്കുക, സാഫ് കൊടുക്കുക, അങ്ങനെയുള്ള കെമിക്കൽ കമ്പോണൻറ്റ് കൊടുക്കുന്നതാണ് അത്തരത്തിൽ ഭീകരമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ മദ്യമിശ്രിതം കൊടുക്കാം, വേപ്പെണ്ണ കൊടുക്കാം. ഇതെന്ത് കൊടുത്താലും വൈകുന്നേരം കൊടുക്കണം. ഈ മഴയുള്ളപ്പോഴോ വെയിലുള്ളപ്പോഴോ പകലൊന്നും കൊടുത്തുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. ഇപ്പോൾ ഫിഷ് അമിനോ കൊടുക്കുകയാണെങ്കിൽ വൈകുന്നേരം കൊടുക്കുക, വൈകുന്നേരം ഒരു 4 മണിക്ക് ശേഷം കൊടുക്കുക. അതുപോലെ തന്നെ വേപ്പെണ്ണ എമർഷൻ കൊടുക്കുകയാണെങ്കിലും വൈകുന്നേരം 4 മണിക്ക് ശേഷം കൊടുക്കുക. കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ ഈ വന്ന് കുത്തിമുട്ടയിടുന്ന പരിപാടിയും കട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ തീരും. അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റും.